അവരെല്ലാ വൈകുന്നേരങ്ങളും ഫുട്ബോൾ കളിക്കാറുണ്ട്. അവൻ പറഞ്ഞു. ഇതാണ് സെൻറ്റൻസ്. നമുക്കിത് മൂന്നാമതൊരാളോട് പറയണം അല്ലേ? അവൻ പറഞ്ഞു അവർ എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിച്ചിരുന്നുവെന്ന്. ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻട്രി ക്ലാസ്സസ്. മൈ നെയിം ഈസ് അർജുൻ. നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് ആണ് വന്നിരിക്കുന്നത്, വിച്ച് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും ഒരു വലിയൊരു ബുദ്ധിമുട്ടോടെ കാണുന്ന ഒരു ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. കാരണം ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കുറേ ടെൻസസ് പഠിക്കേണ്ടതുണ്ട്, ബേസിക്സ് ഓഫ് ഗ്രാമർ അറിയേണ്ടതുണ്ട്, പ്രൊനൗൺ അറിയേണ്ടതുണ്ട്, ടൈമിൽ വരുന്ന ചേഞ്ചസ് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടായി തീരാറുണ്ട്. ബട്ട് ഹിയർ വി ആർ ഗോയിങ് ടു അൺലോക്ക് ദിസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരിക എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും കൃത്യമായിട്ട് അറ്റൻറ്റീവായിട്ടിരിക്കുക. നമ്മളൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് റിയലി റെക്കമെൻഡ് ടു ഹാവ് എ പെൻ ആൻഡ് പേപ്പർ വൈൽ വാച്ചിങ് ദ വീഡിയോ. ഓരോ എക്സാമ്പിൾസ് പറയുമ്പോഴും അത് ചെയ്ത് നോക്കിയിട്ട് തന്നെ വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. പ്രാക്ടീസാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതൊരു കൃത്യമായിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് മനസ്സിലാവൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ വിത്ത് മീ. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം റിപ്പോർട്ടഡ് സ്പീച്ച്. നമുക്ക് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, സോ ബേസിക്കലി റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് സ്പീച്ച്. Reported speech, also called indirect speech, is used to report what someone else has said. നോക്കൂ, what someone has said without quoting their exact words. നമ്മൾ വേറൊരാൾ പറഞ്ഞൊരു കാര്യം ആ ഒരു സന്ദർഭത്തിൽ ഇല്ലാത്ത ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നിങ്ങളോട് ക്ലാസ് എടുത്തു തരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മൂന്നാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? അതാണ് റിപ്പോർട്ട് സ്പീച്ച്. സിംപ്ലി അത്രയേ ഉള്ളൂ. രണ്ടാളുകൾ തമ്മിൽ പറഞ്ഞൊരു കാര്യം ആ ഒരു സംഭാഷണത്തിൽ ഉൾപ്പെട്ട ആളോ അല്ലെങ്കിൽ ആ സംഭാഷണം കേട്ട ഒരാളോ വേറൊരാളോട്, അതായത് ആ ഒരു സമയത്ത് ഇല്ലാതിരുന്ന ഒരാളോട് പോയി പറയുന്നതിനാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുക. അതായത് ഇതിനെ സിംപ്ലി റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദ സ്ട്രക്ചർ often involves changes to pronouns, tenses, time expressions and word order. അതായത് ഇതിൽ എന്തൊക്കെ വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ ഇതാ, പ്രോനൗൺസുകൾ വരും. ശ്രദ്ധിക്കണം, പ്രോനൗൺസ് വരും. ടെൻസിൽ വ്യത്യാസം വരും. ഓക്കെ, അടുത്തത് ടൈം എക്സ്പ്രഷൻസിൽ വ്യത്യാസം വരും. മാത്രമല്ല നമ്മുടെ വേർഡ് ഓർഡറിലും വ്യത്യാസം വരും. അതായത് ഈ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എൻട്രിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ടെൻസസിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സസ് ഒന്ന് കണ്ടുവന്നിട്ട് വേണം റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. സോ ബിഫോർ ലേണിംഗ് റിപ്പോർട്ടഡ് സ്പീച്ച് യു ഹാവ് ടു കംപ്ലീറ്റ് ഓൾ ദ വീഡിയോസ് റിലേറ്റഡ് ടു ടെൻസസ്. ടെൻസസ് കൃത്യമായിട്ട് പറഞ്ഞ് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ? റിപ്പോർട്ട് സ്പീച്ച് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഇത് ഉപയോഗിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മൂന്നാമതൊരാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ടെൻസസ് മൊത്തം പഠിച്ചാലേ, ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ, നമ്മൾ വീണ്ടും വേറെ പഠിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ലേ. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ബേസിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ യു ഹാവ് ടു വാച്ച് ദിസ് വീഡിയോ. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്താണെന്ന് മനസ്സിലായി. മൂന്നാമതൊരാളോട് നമ്മൾ എന്ത് ചെയ്യണോ ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാൾക്കാർ തമ്മിൽ പറഞ്ഞ കാര്യമോ നടന്ന കാര്യമൊക്കെ വേറൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുക. അപ്പോൾ അതിലെന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും? പ്രത്യേകം ചേഞ്ചസ് വരിക. ചേഞ്ചസ് ഇൻ ടെൻസസ്, പ്രോനൗൺസ്, ടൈം എക്സ്പ്രഷൻസ്, വേർഡ് ഓർഡർ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമുക്ക് ഓരോന്നിലും എന്ത് വ്യത്യാസം വരുന്നത് നോക്കിയാലോ? അതാണല്ലോ എളുപ്പം. സോ മീൻവൈൽ നിങ്ങൾ ടെൻസസ് കൃത്യമായിട്ട് പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എൻട്രിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓരോ ടെൻസസിനെയും കൃത്യമായിട്ട് ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസ് ഉണ്ട്. അതൊന്ന് കാണുക, എന്നിട്ട് തിരിച്ചു വരിക, എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ദ കീ റൂൾസ് ഫോർ ചേഞ്ചിങ് ഡയറക്റ്റ് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഈ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ആക്കാനുള്ള ഒരു കീ റൂൾസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് ചെറിയതൊന്നും തുടങ്ങാം കേട്ടോ. നമുക്ക് ആദ്യം ടെൻസസിലേക്ക് തന്നെ കവർ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ കാര്യങ്ങളിൽ നിന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയതിലേക്ക് പോവാം. സോ നമ്മൾ ആദ്യം എടുക്കുന്നത് ചേഞ്ച് ഓഫ് പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺസ് എല്ലാവർക്കും അറിയാമല്ലേ അല്ലേ? ഏതൊക്കെയാണ് പ്രൊനൗൺസ്? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, അങ്ങനെ പോവും അല്ലേ?
ഇതൊക്കെ പ്രൊനൗൺസ് ആണ് അല്ലേ? നൗണിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ പ്രൊനൗൺസ് ആണ്. അപ്പോൾ ഈ പ്രൊനൗണിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് അല്ലേ? പ്രൊനൗൺസ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഡിപ്പെൻഡ് ഓൺ ദ സബ്ജക്റ്റ് ഓഫ് ദി റിപ്പോർട്ടിംഗ് സെൻറ്റൻസ്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ? നമ്മൾ പറയാണ് ഡയറക്റ്റ് സ്പീച്ചാണ്. അവൾ പറഞ്ഞു എന്ത്? ഞാൻ ക്ഷീണിതയാണ് അല്ലേ? ഷീ സെഡ് ഐ എം ടയർഡ്. ഇത് നമ്മൾ പറയാണ് അല്ലേ? അവൾ പറഞ്ഞു അവൾ ക്ഷീണിതയാണ്. ഇത് നമ്മൾ മൂന്നാമതൊരാളോട് പറയാണ് കേട്ടോ. നടന്നത് എന്താ? അവൾ എന്നോട് പറഞ്ഞു ഞാൻ ക്ഷീണിതയാണ്. ഇത് ഞാൻ മൂന്നാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെയാ പറയാ? അവൾ എന്നോട് പറഞ്ഞു അവൾ ക്ഷീണിതയാണെന്ന് അല്ലേ? അവൾ എന്നോട് പറഞ്ഞു അവൾ ക്ഷീണിതയാണെന്ന്. നോക്കൂ, റിപ്പോർട്ട് സ്പീച്ചിൽ ഇത് വരുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയർഡ്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയർഡ്. ഇവിടെ നോക്കൂ, ഷീ സെഡ് അവൾ പറഞ്ഞു, ദാറ്റ് എന്ത്? ഐ ആം ടയേർഡ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം എങ്ങനെ മാറി? ഷീ വാസ് ടയേർഡ് എന്ന് മാറി അല്ലേ? ഐ എന്തായി? ഷീ ആയി. ഞാൻ ടയർഡ് എന്ന് ആരാന്ന് പറഞ്ഞേ? ഞാൻ ടയർഡ് എന്ന് ആരാ പറഞ്ഞേ? അവളാ പറഞ്ഞേ അല്ലേ? അപ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? അവൾ പറഞ്ഞു അവൾ ക്ഷീണിതയാണെന്ന്. അപ്പം ഞാൻ എന്നുള്ളത് അവളായി മാറി. ഇവിടെ നോക്കൂ, പീറ്റർ വിൽ ബ്രിങ് ഹിസ് ലാപ്ടോപ്പ് ടു ദ മീറ്റിംഗ് സെഡ് സൂസൻ. സൂസൻ പറഞ്ഞു പീറ്റർ അവൻ്റെ ലാപ്ടോപ്പ് ഇന്ന് മീറ്റിങ്ങിന് കൊണ്ടുവരും. ഇന്നില്ല, മീറ്റിങ്ങിന് കൊണ്ടുവരും. ഇത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ സൂസൻ പറഞ്ഞു അവൻ അവൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവരുമെന്ന്, അങ്ങനെയായി മാറും. അപ്പോൾ നോക്കൂ, ഈ സൂസൻ സെഡ് ഇത് കൃത്യമായിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ സൂസൻ സെഡ് എന്ന് മാറ്റിയിട്ടുണ്ട്. ബട്ട് പീറ്റർ വിൽ ബ്രിങ് എന്നുള്ളത് പ്രോനൗൺ ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. പീറ്ററിനെ ഹീ എന്നുള്ള പ്രോനൗൺ ആക്കി മാറ്റി. പീറ്റർ വിൽ ബ്രിങ് ഹിസ് ലാപ്ടോപ്പ് ടു ദ മീറ്റിംഗ്. ഇതെന്തായി മാറി? സൂസൻ സെഡ് ദാറ്റ് പീറ്റർ വിൽ എന്നുള്ളത് ഹീ വുഡ് ബ്രിങ് ഹിസ് ലാപ്ടോപ്പ് ടു ദ മീറ്റിംഗ് എന്നായി മാറി. അതായത് പീറ്റർ എന്നുള്ളത് ഹീ ആയി മാറി എന്നർത്ഥം. മൈ ഫാദർ ഈസ് ബൈയിങ് എ ന്യൂ കാർ ഫോർ മൈ ബ്രദർ സെഡ് ലീസ. ലീസ എന്താ പറഞ്ഞേ? എൻ്റെ അച്ഛൻ എൻ്റെ ബ്രദറിന് ഒരു കാറ് വാങ്ങുകയാണ് അല്ലേ? അവിടെ ഈ ബ്രദർ എന്നുള്ളത് അതേപോലെ തന്നെ മൈ ഫാദർ എന്നുള്ളത് അവിടെ ചേഞ്ച് ചെയ്യും. നോക്കൂ, മൈ ഫാദർ എന്നുള്ള എങ്ങനെ ചേഞ്ച് ചെയ്യും? ലീസ സെഡ് ദാറ്റ്. ലീസ പറഞ്ഞു ദാറ്റ്. എന്താ പറഞ്ഞേ? ഹർ ഫാദർ വാസ് ബൈയിങ് എ ന്യൂ കാർ ഫോർ ഹർ ബ്രദർ. നോക്കൂ, മൈ ഫാദർ എന്ന് പറയുന്ന ആ ഒരു സംഭവം മാറി എന്ത് പ്രോനൗണിലേക്ക് ചേഞ്ച് ചെയ്തു? മൈ എന്നുള്ളത് ഹർ എന്നുള്ളതാക്കി ചേഞ്ച് ചെയ്തു. സോ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ എന്നുള്ളത് അവൻ്റെ എന്നോ അവളുടെയോ എന്നൊക്കെ ആവും. എൻ്റെ അച്ഛൻ എന്നുള്ളത് അവളുടെ അച്ഛനോ അവൻ്റെ അച്ഛനോ ആവും. എൻ്റെ തെറ്റ് എന്നുള്ളത് അവൻ്റെ തെറ്റെന്നോ അവളുടെ തെറ്റെന്നോ അവരുടെ തെറ്റെന്നോ ഒക്കെ ആയി മാറും. അടുത്ത നോക്കാം, മേരി ആൻഡ് ഐ വിൽ അറ്റൻഡ് ദ കോൺഫറൻസ്. ശ്രദ്ധിക്കുക, രണ്ടാൾക്കാരുടെ പേര് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ സിലബസ് ഈ ഒരു ടോപ്പിക്കിൽ പെട്ടതല്ല, എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുകയാണ്. മേരി ആൻഡ് ഐ എന്ന് വന്നു അല്ലേ? ഞാനും അവളും എന്ന് പറയുന്നതിൽ ഞാനും അവളും എന്ന് പറയാനാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറ്. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ നമ്മുടെ കാര്യം ഏറ്റവും അവസാനം ഉപയോഗിച്ചാൽ മതി. ഐ ആൻഡ് മേരി എന്ന് പറയുന്നത് മേരി ആൻഡ് ഐ. മേരി ആൻഡ് ഐ വിൽ അറ്റൻഡ് ദ കോൺഫറൻസ് സെഡ് ജോൺ. മേരിയും ഞാനും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യും, ജോൺ പറഞ്ഞു. ഇത് നമ്മൾ മൂന്നാമതൊരാളോട് പറയണം. അപ്പം നിങ്ങളോട് അവർ പറയാണ്, നിങ്ങളോട് ജോൺ വന്ന് പറഞ്ഞു മേരിയും ഞാനും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങളത് മൂന്നാമതൊരാളോട് പറയുമ്പോൾ ജോൺ പറഞ്ഞു ഞാനും മേരിയും അറ്റൻഡ് ചെയ്തു, അങ്ങനെ പറയുമോ? ഇല്ല, അർത്ഥം മാറിപ്പോവും അല്ലേ? ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്? മേരിയും ജോണുമാണ് അറ്റൻഡ് ചെയ്യുന്നത്. സോ നമ്മളത് മാറ്റണം. എങ്ങനെ മാറ്റും? ജോൺ സെഡ് ദാറ്റ് ദേ വുഡ് അറ്റൻഡ് ദ കോൺഫറൻസ്. അവർ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ഐ എന്നുള്ളത് എന്തായി മാറി? ഈ മേരി ആൻഡ് ഐ എന്നുള്ളത് ദേ എന്നുള്ള പ്രൊനൗണിലേക്ക് മാറി. അടുത്തത്, ഐ മെറ്റ് എമ ആൻഡ് ജേക്ക് അറ്റ് ദ മോൾ സെഡ് സോഫി. ഓക്കെ, ഐ മെറ്റ് എമ ആൻഡ് ജേക്ക് അറ്റ് ദ മോൾ സെഡ് സോഫി. സോഫി പറഞ്ഞു ഞാൻ എമ്മയെയും ജേക്കിനെയും മോളിൽ വെച്ച് കണ്ടു. ഇതെങ്ങനെ മാറും? സോഫി സെഡ് ദാറ്റ് ഷി ഹാഡ് മെറ്റ് ദം അറ്റ് ദ മോൾ. മാറി അല്ലേ? ഞാൻ ഇന്ന രണ്ടാൾക്കാരെ കണ്ടു എന്ന് പറയുമ്പോൾ അത് അവരെ കണ്ടു എന്നായി നമ്മൾ മാറ്റണം. സോ ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ പ്രോനൗൺ.
മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് ആ പ്രോണൗണിൽ അവിടെ എന്ത് വരും? ഒരു ചേഞ്ച് വരും എന്നർത്ഥം. സോ അടുത്ത ചേഞ്ച് എന്താ എവിടെയാണെന്ന് നോക്കാം. സോ ദ നെക്സ്റ്റ് മെയിൻ ചേഞ്ച് ഈസ് ഇൻ ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെൻസസിൽ വരുന്ന ബാക്ക് ഷിഫ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ടേബിൾ നോക്കുക. ഓക്കെ, 4 എണ്ണേ പഠിക്കാനുള്ളൂ. 1 2 3 സോറി 5 എണ്ണം. ലാസ്റ്റ് ആയിക്കൊണ്ട് തുടങ്ങാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ചേഞ്ച്, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഈസ് ഇൻ ദ ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസസ്. ഈ ടെൻസസിൽ നടന്ന ബാക്ക് ഷിഫ്റ്റ് കൃത്യമായിട്ട് പഠിക്കണം. ദിസ് ഇസ് വെരി ഈസി ടു. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. ആകെ 5 എണ്ണേ നമുക്ക് ഒന്ന് മനസ്സിൽ വെക്കാനുള്ളൂ. സോ വൈൽ യു ലേൺ ദീസ് ലൈക്ക് the back shift of the tenses, നമ്മളതിങ്ങനെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് പെർഫെക്റ്റ്, സോറി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മളാകെ ചെയ്യേണ്ടത് ഈ നമ്മുടെ മദർ ടങ്ങിൽ ഇത് എങ്ങനെ വ്യത്യാസം വരും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡു. സോ ബാക്ക് ഷിഫ്റ്റ് ഓഫ് ദ ടെൻസസ്. സോ ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്, നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വേർബ് കിടക്കുന്നതാണ്. വേർബ് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ആക്ഷൻ ആയിരിക്കും. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് വേർബ് എന്ന് പറയാം. ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്, ശ്രദ്ധിക്കുക, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ദ വേർബ്സ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ആർ ഷിഫ്റ്റഡ് ഇൻ ടു 1 സ്റ്റെപ്പ് ബാക്ക് ഇൻ ദ ടൈം. അതായത് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ സെൻറ്റൻസ് ഏത് ടെൻസിലാണോ ആ ഒരു ടെൻസിൻ്റെ ബാക്കിലേക്ക് എന്ത് ചെയ്യുക? ഈ ടെൻസിനെ മാറ്റുക, ബാക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഒരു ടെൻസ് അടിയിലേക്ക് ഇടുക എന്നർത്ഥം. നോക്കിയാലോ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് സിമ്പിളായി മാറും. നോക്കൂ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റായി മാറും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ തൊട്ട ബാക്കിലെ ടെൻസ് ഏതാണ്? കഴിഞ്ഞ കാലം നടന്ന ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്, പാസ്റ്റിലേക്ക് മാറ്റി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട ബാക്കിലെ വെർബ് ഏതാണ്? സോറി, ടെൻസ് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ നോക്കൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ നോക്കുക, അതിൻ്റെയും പിന്നിലുള്ള ടെൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഓർഡർ നോക്കി നോക്കുമ്പോൾ മുമ്പിലാണെന്ന് വരച്ചിട്ട് കാര്യമില്ല. ഈ ഇവൻ്റ് നടന്ന കാലം വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ആ ടൈം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയും ബാക്കിൽ ഏതാ നടക്കുക? ഇപ്പോൾ നോക്കൂ, ഞാൻ കത്തയച്ചു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നോക്കൂ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതിൻ്റെയും ബാക്കിൽ നടന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം? ഞാൻ കത്തയച്ചിരുന്നു എന്നാണ് പറയുക. ദാറ്റ് മീൻസ് ആ ഒരു ടൈം നടന്നതിൻ്റെ ബാക്കിലാണ് നോക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് ടെൻസസ് എടുക്കുന്ന സമയത്തുള്ള ആ ഓർഡർ അല്ല പറയുന്നത്, ഇവൻ്റ് നടക്കുന്ന സമയത്തിൻ്റെ ബാക്കാണ് പറയുന്നത് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നോക്കൂ, ഇതൊന്ന് മനസ്സിൽ വെച്ചേ. ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചാലോ, ഇത് ഫിക്സ് ആക്കണേ. ഇനി ഓരോ ടെൻസിലും നമുക്ക് വരുന്ന വ്യത്യാസം നോക്കിയാലോ, ഓരോ ടെൻസസിലും എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ചെയ്ത് ശരിയാകുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. നമുക്കൊന്ന് നോക്കിയാൽ മതി. സോ നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയാം? അവൾ പറഞ്ഞു അവൾ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറെന്ന്, അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറെന്ന് പറഞ്ഞു. എങ്ങനെ മാറ്റും? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM ഷീ സെഡ്. ഇനി നമ്മൾ ആദ്യം മുതൽ ചേർക്കേണ്ട എന്താണെന്നറിയോ? ആര് പറഞ്ഞു എന്നുള്ളതാണ്. അത് അവിടെ ആദ്യം കൊടുക്കണം. ആര് പറഞ്ഞു? ഷീ സെഡ് ദാറ്റ്. കേട്ടോ, ഷീ സെഡ് ദാറ്റ്. അവൾ എന്താ പറഞ്ഞേ? ഷീ ഇവിടെ ഈറ്റ് എന്നുള്ളതിൻ്റെ തൊട്ട ബാക്കിലുള്ള ടെൻസ് കൊടുക്കണം. ഇപ്പോൾ V1 V2 V3 എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ? V1 ഫോം ഓഫ് ദി വെർബ്, V2 ഫോം ഓഫ് ദി വെർബ്, V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ്, ഈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് 8 ആണ്. ഷീ ate breakfast at 8 AM. അവൾ 8 മണിക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറെന്ന് അവൾ പറഞ്ഞു. സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ വേർബിനെ തൊട്ട ബാക്കിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, പ്രോനൗൺ അങ്ങ് ചെയ്ത് കൊടുക്കുക. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ വർക്ക്സ് ഇൻ ദ ബാങ്ക് ഷീ സെഡ്. ഷീ വർക്ക്സ് ഇൻ ദ ബാങ്ക് ഷീ സെഡ്. എങ്ങനെ കൊടുക്കണം? ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എന്താ? ആര് പറഞ്ഞു എന്നുള്ളതാണ്, അല്ലേ? ഷീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഷീ സെഡ്. ഹി വർക്ക്സ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് കൊടുക്കണം. ഹി വർക്ക്ഡ് ഇൻ എ ബാങ്ക്. ഷീ സെഡ് ദാറ്റ് ഹി വർക്ക്ഡ് ഇൻ എ ബാങ്ക്. നോക്കാം.
They play football every evening, she said. He said. അവൻ പറഞ്ഞു അവരെന്ത് ചെയ്തിരുന്നു, എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിച്ചിരുന്നു. അപ്പം നമ്മളിത് ഒരാളോട് പറയുമ്പോൾ എങ്ങനെ, അവൻ പറഞ്ഞു അവർ എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിച്ചിരുന്നുവെന്ന് എന്നാവും. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താ? ഹീ സെഡ്. ആര് പറഞ്ഞു എന്നുള്ളത് ആദ്യം ഇടണം. നമ്മൾ ആദ്യം ഇട്ടു, കണ്ടോ? ഹീ സെഡ്. ആര് കളിക്കുന്നു? ദേ. പ്ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് കൊടുക്കണം, തൊട്ട ബാക്കിലുള്ള ടെൻസ്. V2 ഫോം ഓഫ് ദി വെർബ്. ദേ പ്ലേഡ് ഫുട്ബോൾ എവ്രി ഈവനിങ്. അവരെല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിക്കാറുണ്ട്. അവൻ പറഞ്ഞു. ഇതാണ് സെൻറ്റൻസ്. നമുക്കിത് മൂന്നാമതൊരാളോട് പറയണം, അല്ലേ? അവൻ പറഞ്ഞു അവർ എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിച്ചിരുന്നുവെന്ന്, അല്ലേ? അപ്പോൾ അതെങ്ങനെ മാറ്റും? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആര് പറഞ്ഞു എന്ന് ആദ്യം കൊടുക്കണം, അല്ലേ? സ്ട്രക്ചർ എങ്ങനെയാണ്? ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? ഹി, അല്ലേ? അവനാ പറഞ്ഞേ. ഹി സെഡ്. ആരാ കളിക്കണേ? ദേ പ്ലേഡ്, അല്ലേ? ഈ പ്ലേ എന്തായി മാറും? പ്ലേഡായി വരും. ദേ പ്ലേഡ് ഫുട്ബോൾ. എങ്ങനെയാ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു ടെൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കായി മാറുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. ഹി സെഡ് ദാറ്റ്, അല്ലെങ്കിൽ ഹി സെഡ് ദേ പ്ലേഡ് ഫുട്ബോൾ എവ്രി ഈവനിങ്. അവരെല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞു. അടുത്തത്, വി എൻജോയ് ദ മൂവി, ദേ സെഡ്. ഇനി ആദ്യം എന്ത് ചെയ്യണം? ആര് പറഞ്ഞു ആദ്യം എഴുതി, അല്ലേ? ദേ സെഡ്. വി എൻജോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വി എൻജോയ് എന്തായി മാറും? ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളത് മൂന്നാമതൊരാളോട് പറയുമ്പോൾ അവർ എൻജോയ് ചെയ്തു എന്നും പറയും, അല്ലേ? പറയണം, ഞങ്ങൾ മൂവി എൻജോയ് ചെയ്യും, അല്ലേ? അവർ പറഞ്ഞു. നമ്മൾ എന്ത് പറയും? അവർ പറഞ്ഞു അവർ മൂവി എൻജോയ് ചെയ്യുമെന്ന്, അല്ലേ? എങ്ങനെ വരണം? വി എന്തായി മാറും? വി പ്രൊനൗൺ ദേ ആയി മാറും. ദേ എൻജോയ്ഡ് ദ മൂവി. കണ്ടോ? ഈ എൻജോയ് എന്തായി മാറി? V2 ഫോം ഓഫ് ദി വെർബ് ആയി മാറി. ദേ എൻജോയ് ദി മൂവി. നെക്സ്റ്റ്, ഡയറക്റ്റ് സ്പീച്ചിൽ ദ ഡോഗ് ബാർക്സ് അറ്റ് സ്ട്രേഞ്ചേഴ്സ്, ഹി സെഡ്. പട്ടി എന്ത് ചെയ്യും? പട്ടിക്കുട്ടി നമ്മുടെ സ്ട്രേഞ്ചേഴ്സിൻ്റെ നേരെ കുരയ്ക്കും എന്ന് പറഞ്ഞു. ആരാ? തുടക്കത്തിൽ പറയണം. ആരത് പറഞ്ഞു? അതാദ്യം നമ്മൾ പറയണം. ഷീ സെഡ് ദ ഡോഗ് ബാർക്സ് എന്നുള്ളത് എന്തായി മാറും? ബാർക്ക്ഡ്. ഷീ സെഡ് ദ ഡോഗ് ബാർക്ക്ഡ് അറ്റ് ദ സ്ട്രേഞ്ചേഴ്സ്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു. ബട്ട് പ്ലീസ് നോട്ട് ദിസ്. ഇംഗ്ലീഷ് ആണോ? അതിൽ എക്സെപ്ഷണൽ കേസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ എന്ത് ടെൻസ് പഠിക്കുമ്പോഴും ആദ്യം എന്ത് ഗ്രാമർ റൂൾ പഠിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് ഇസ് എ സിമ്പിൾ ലാംഗ്വേജ്. പക്ഷേ ചെറിയ എക്സെപ്ഷണൽ കേസസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലത്തെ ഒരു എക്സെപ്ഷണൽ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത്, ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ് ഓർ ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു സംതിങ് സ്റ്റിൽ ട്രൂ, ബാക്ക് ഷിഫ്റ്റിംഗ് ഈസ് നോട്ട് റിക്വയർഡ്. അതായത് നമ്മൾ പറയുന്നൊരു സെൻറ്റൻസിൽ അത് പ്രസൻറ്റിൽ ഇപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് സ്റ്റിൽ അങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റുന്ന കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, അവൻ പറഞ്ഞു അവൾക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന്. അവൾക്ക് ഇപ്പോഴും ബിരിയാണി ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളത് മാറ്റണ്ട. എൻ്റെ അനിയത്തി പറഞ്ഞു എൻ്റെ അനിയത്തി പറഞ്ഞു അവളുടെ പേരൻസിനെ അവൾക്ക് ഇഷ്ടമാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ പറയാണ്, എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടമാണ്. അവന് ഇപ്പോഴും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണ്ട. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അവൻ്റെ ഗേൾഫ്രണ്ട് ക്രിക്കറ്റ് കളിക്കുമെന്ന്. ആ ഗേൾഫ്രണ്ട് ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ബാക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു എക്സാമ്പിൾ നോക്കൂ. ദ എർത്ത് ഓർബിറ്റ്സ് ദ സൺ, ഹി സെഡ്. അവൻ പറഞ്ഞു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. ഹി സെഡ് ദ എർത്ത് ഓർബിറ്റ്സ് ദ സൺ. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഇതിനെ പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റും, അല്ലേ? പക്ഷേ ഈ കേസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റേണ്ട, ബിക്കോസ് സ്റ്റിൽ ഇറ്റ് ഈസ് ട്രൂ. സോ നോ ബാക്ക് ഷിഫ്റ്റ് ഈസ് നെസസറി. ഇപ്പോഴും എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക?
ദ എർത്ത് ഓർബിറ്റ്സ് ദ സൺ. ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ റിമൈൻഡ് ചെയ്ത് സ്ട്രക്ചറിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും.